സൂറത്തുൽ കഹ്ഫിൽ നായെ കുറിച്ചിട്ട് അല്ലാഹു തആല പറയുകയാണ്. എന്തിനായി നായെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത്? 7ഓളം വരുന്ന സൂറത്തുൽ അസ്ഹാബുൽ കഹ്ഫികൾ യുവാക്കളായിരുന്നു, ഔലിയാക്കളായിരുന്നു. ഒരു കാലഘട്ടത്തിൽ സത്യത്തിന് വേണ്ടി വീണമരിക്കാൻ തയ്യാറായവരായിരുന്നു, അസത്യങ്ങളെ വലിച്ചെറിഞ്ഞവരായിരുന്നു, ദീനിന് വേണ്ടി വിരിമാറ് കാട്ടിക്കൊടുത്തവരായിരുന്നു, ആരുടെ മുമ്പിൽ സത്യം തുറന്നു പറയാൻ വേണ്ടി ആർജവം കാട്ടിയവരായിരുന്നു യുവാക്കളാണ്. ആ യുവാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗുഹാനിവാസികളെ കുറിച്ചാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നത്. കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണല്ലോ. ആ അസ്ഹാബുൽ കഹ്ഫ് ആ ഗുഹന്റെ അകത്ത് കിടക്കുമ്പോൾ അവർക്ക് അവരുടെ പിറകെ പോയ ഒരു നായയുണ്ട്. ആ നായയെ കുറിച്ചാണ് അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞതെങ്കിൽ ആ നായയുടെ പേരാണ് ഖിത്മീർ എന്നാണ് നായയുടെ പേരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് സ്വർഗത്തിൽ കിടക്കുന്ന ഒരു നായയുണ്ടെങ്കിൽ നമ്മൾ മുഗല്ലദായ നജസ് എന്ന് പറയുന്ന നായ, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകൽ നിർബന്ധമായ നായ, അതിലൊരു പ്രാവശ്യം മണ്ണിട്ട് കഴുകൽ നിർബന്ധമായ നായ. അങ്ങനെയുള്ളൊരു നായ സ്വർഗത്തിലെത്താനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കാവൽ കിടന്നതാ. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഗുഹയുടെ പുറത്ത് കിടന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ നായ സ്വർഗത്തിലെ നായായിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗണ്ഡഭാഗിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടെ ഇരുന്നു കൊണ്ട് സമസ്തയുടെ പ്രഭാഷണം കേൾക്കുന്ന ഉപ്പമാര്, മറയുടെ അപ്പുറത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാര്, നിങ്ങളുടെ കൽബിന്റെ അകത്തുള്ളത് സമസ്തയാണെങ്കിൽ, ആ സമസ്തയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, നമ്മളൊക്കെ സമസ്തയുടെ കാവൽക്കാരാണ്. സമസ്തയ്ക്ക് വേണ്ടിയിട്ടാണോ നീ SKSSFന്റെ കൊടി പിടിച്ചത്? സമസ്തയ്ക്ക് വേണ്ടിയിട്ടാണോ നീ SYSന്റെ മെമ്പറായത്? സമസ്തയ്ക്ക് വേണ്ടിയിട്ടാണോ നീ സമസ്തയുടെ ഉലമാക്കളെ സ്നേഹിച്ചതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ അള്ളാന്റെ അടുക്കലെത്തുമ്പോ അമല് കുറവായിരിക്കാ, നിസ്കാരം കുറവായിരിക്കാ, നോമ്പ് കുറവായിരിക്കാ, പക്ഷേ നമുക്കൊന്ന് പറയാൻ കഴിയും, സ്വാലിഹീങ്ങളുടെ കൂടെ നമ്മൾ ചേർന്ന് നിന്നിട്ടുണ്ട്. സ്വാലിഹീങ്ങളുടെ കൂടെ ചേർന്നാലേ നമുക്ക് രക്ഷയുള്ളൂ.